നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിണ്ടുഗൽ ഫോർട്ടിനെ കുറിച്ചാണ്. ധനുഷ്കോടി രാമേശ്വരം യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിണ്ടുഗൽ പോയത്. പൂപ്പാറ, ബോഡിമെട്ട്, തേനി വഴിയാണ് നമ്മൾ ഡിണ്ടുഗലിൽ എത്തിച്ചേർന്നത്. ഡിണ്ടുഗൽ കോട്ടയെല്ലാം കണ്ട ശേഷം പിന്നീട് നമ്മൾ മധുരയ്ക്കാണ് പോയത്. മധുര മീനാക്ഷി ക്ഷേത്രവും എല്ലാം കണ്ട് അവിടെ നിന്നും നേരെ വേളാങ്കണ്ണിക്ക് പോയി. വേളാങ്കണ്ണി പള്ളി കണ്ട ശേഷം നേരെ നമ്മൾ രാമേശ്വരം ധനുഷ്കോടിക്കാണ് പോയത്. രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ വീഡിയോസ് എല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റാക്കി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ബോഡിമെട്ടിലെ ഈ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷമാണ് നമ്മൾ പിന്നീട് യാത്ര തുടർന്നത്. 17-ാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന നായിക് രാജവംശത്തിൽപ്പെട്ട രാജാവായ മുത്തു കൃഷ്ണപ്പ നായിക് 1605 പണി കഴിപ്പിച്ച മലയോര കോട്ടയാണ് ഡിണ്ടുഗൽ മലൈക്കോട്ടെ അല്ലെങ്കിൽ ഡിണ്ടുഗൽ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഡിണ്ടുഗലും ഡിണ്ടുഗൽ ഫോർട്ടും. നമ്മളിപ്പോൾ ഡിണ്ടുഗലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡിണ്ടുഗൽ ടൗണിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾക്ക് ഈ കോട്ട കാണാൻ സാധിക്കും. വലിയൊരു കൂറ്റൻ പാറയുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഡിണ്ടുഗൽ ഫോർട്ടിലേക്കുള്ള എൻട്രി ടൈം. 25 രൂപയാണ് ഇവിടെ എൻട്രി ഫീസായിട്ട് ഈടാക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ID പ്രൂഫും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 350ഓളം സ്റ്റെപ്പ് കയറി വേണം നമ്മൾക്ക് മലമുകളിലുള്ള കോട്ടയിൽ എത്തിച്ചേരാൻ. ഇവിടേക്ക് വരാൻ ഏറ്റവും നല്ല സമയം രാവിലെയോ വൈകുന്നേരവുമാണ്. ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള വെയിലുണ്ട്. ഒരു കൂറ്റൻ പാറയുടെ മുകളിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കയറി നിൽക്കാൻ അധികം തണലൊന്നുമില്ല. പാണ്ഡ്യ രാജവംശത്തിൻ്റെയും ചേരരുടെയും ചോള രാജവംശത്തിൻ്റെയും രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു ഡിണ്ടുഗൽ. 1-ാം നൂറ്റാണ്ടിൽ ചോള രാജാവായ കരിക്കൻ ചോളൻ പാണ്ഡ്യരാജ്യം പിടിച്ചെടുക്കുകയും ഡിണ്ടുഗൽ ചോള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. 9-ാം നൂറ്റാണ്ടിൽ ഡിണ്ടുഗലിൻ്റെ ഭരണം പല്ലവ രാജവംശത്തിൻ്റെ കയ്യിലായിരുന്നു. പിന്നീട് ചോളന്മാർ ഭരണം ഏറ്റെടുക്കുകയും ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് വരെ ചോളന്മാർ ഭരിക്കുകയും ചെയ്തു. പിന്നീട് നായിക് രാജവംശം പതിയെ അധികാരം നേടുകയും അവരുടെ പ്രദേശം ഡിണ്ടുഗലുമായി അതിർത്തി പങ്കിടുകയും ചെയ്തു. നായിക് രാജവംശത്തിലെ രാജാവായിരുന്ന വിശ്വനാഥ നായിക്കിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ മുത്തുകൃഷ്ണ നായിക് 1600കളിൽ ഭരണം ഏറ്റെടുക്കുകയും 1602 കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 1605 കോട്ടയുടെ നിർമ്മാണം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് വന്ന നായിക് രാജാവായ തിരുമല നായിക്കിൻ്റെ മരണശേഷം നിരവധി പിൻഗാമികൾ ഈ പ്രദേശം ഭരിക്കുകയും തുടർന്നു വന്ന റാണി മങ്കമ്മാൾ എന്ന ഭരണാധികാരി ഈ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാവുകയും ചെയ്തു. അവർ വളരെ കാര്യക്ഷമതയുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1736 ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി അന്നത്തെ നായ്ക്കളുടെ അവസാന രാജാവായിരുന്ന വങ്കരു നായ്ക്കിൽ നിന്നും ഡിണ്ടുഗലിൻ്റെ ഭരണം അർക്കോട്ട് നവാബിൻ്റെ ലഫ്റ്റനൻ്റായ ചന്ദ്ര സാഹിബ് ഏറ്റെടുത്തു. 1742 വെങ്കട്രായരുടെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം ഡിണ്ടുഗൽ കീഴടക്കി. വെങ്കട്ടയാരുടെ കീഴിൽ അരാജകത്വം ഉടലെടുത്ത ഈ മേഖലയിൽ 1755 മൈസൂർ രാജാവ് ഹൈദർ അലിയെ നിയമിച്ചു. ഹൈദറുടെ കീഴിൽ ഡിണ്ടുഗൽ വളരുകയും പിന്നീട് 1777 അദ്ദേഹം മൈസൂർ രാജാവുകയും ചെയ്തു. പിന്നീട് ഹൈദർ ഡിണ്ടുഗലിൻ്റെ ഗവർണറായി പുർഷണ മിർ സാഹിബിനെ നിയമിച്ചു. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ആണ് കോട്ട വളരെയധികം ശക്തിപ്പെട്ടത്. 1783 ക്യാപ്റ്റൻ ലോങ്ങിങ്ങിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഡിണ്ടുഗൽ ആക്രമിക്കുകയും പിന്നീട് 1784 ബ്രിട്ടീഷും മൈസൂർ പ്രവിശ്യയും തമ്മിലുണ്ടായ കരാർ ഉടമ്പടി പ്രകാരം മൈസൂർ രാജാവിന് ഡിണ്ടുഗലിൻ്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സാധിച്ചു. പിന്നീട് ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താനാണ് ഡിണ്ടുഗലിലെ രാജാവായത്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല യുദ്ധങ്ങളിലും ഈ കോട്ട പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ ഈ കോട്ട നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ പല ആയുധങ്ങളും ഇവിടെയാണ് സൂക്ഷിക്കുകയും ചെയ്തത്. 1790 രണ്ടാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ജെയിംസ് സ്റ്റുവർട്ട് ഡിണ്ടുഗൽ ആക്രമിക്കുകയും 1792 ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് സൈന്യവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. അതുപ്രകാരം ഡിണ്ടുഗലും നഗരവും കോട്ടയും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. മധുര ജില്ലയിൽ ബ്രിട്ടീഷുകാർ ആദ്യം നിയന്ത്രിച്ചിരുന്ന പ്രദേശമാണ് ഡിണ്ടുഗൽ. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മറ്റ് ഭരണപരമായ പ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു ഈ കോട്ട. ബ്രിട്ടീഷ് സൈന്യം 1798 ഈ കോട്ടയെ ശക്തിപ്പെടുത്തുകയും എല്ലാ കോണുകളിലും സെന്റിനൽ മുറികൾ നിർമ്മിക്കുകയും ചെയ്തു. ഡിണ്ടുഗൽ കോട്ടയിൽ 1798 മുതൽ ഏതാണ്ട് 1859 വരെ ബ്രിട്ടീഷ് ആർമിയുടെ പട്ടാളം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആസ്ഥാനം അവർ മധുരയിലേക്ക് മാറ്റിയപ്പോൾ ഡിണ്ടുഗലിനെ ഒരു താലൂക്കായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഡിണ്ടുഗൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഏതാണ്ട് 900 അടി ഉയരമുള്ള ഈ കോട്ടയിൽ മൈസൂർ രാജാവ് നിരവധി പീരങ്കികളും മറ്റും സ്ഥാപിച്ചിരുന്നു.
കൂടാതെ പുറത്തുനിന്നുള്ള പീരങ്കി ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടി 2 ലെയറോളം മതിലുകളും ഉണ്ടായിരുന്നു. കോട്ടയിൽ ഏതാണ്ട് 42 മുറികളും തൊഴുത്തുകളും മീറ്റിംഗ് റൂമുകളും ജയിലുകളും അടുക്കളയും എല്ലാം ഉണ്ട്. കോട്ടയ്ക്ക് സ്വന്തമായിട്ടൊരു മഴവെള്ള സംഭരണിയുമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ഗ്രേഡിയൻ പ്രയോജനപ്പെടുത്തിയാണ് ഈ മഴവെള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ് ഈ കോട്ടയുടെ പരിപാലന ചുമതല. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് ഡിണ്ടിഗൽ പട്ടണത്തിൻ്റെ എല്ലാവിധ പ്രദേശങ്ങളും കാണാൻ സാധിക്കും. ഡിണ്ടിഗലിൽ പഠിക്കുന്ന ഒരു പറ്റം കോളേജ് സ്റ്റുഡൻസ് ആണിത്. ടോപ്പ് സൈഡ് കിട്ടില്ല. ഈ കോട്ടയുടെ സമീപത്തായിട്ട് തന്നെ പുരാതനമായ ഒരു അമ്പലം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.